നമസ്കാരം എല്ലാവർക്കും സ്പെൻസേഴ്സ് റീറ്റെയിലിന്റെ ഓണാശംസകൾ നേരുകയാണ്. ഇന്നൊരു അടിപൊളി ഓണ വിഭവം ഒന്നല്ല രണ്ടെണ്ണമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. Guys, welcome to Chef Pillay's home. Today I am going to cooking something two amazing Onam Sadhya recipes, that is pumpkin erisheri and a mango green mango pachadi. So let's welcome എല്ലാവർക്കും ഇപ്പോൾ ഇന്ന് ഉത്രാട ദിവസമാണ്. അപ്പം ഉത്രാടം കഴിഞ്ഞു. ഉത്രാടത്തിന് ഉച്ചയ്ക്ക് എല്ലാവരും തിരുവോണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ ഒരുക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഉത്രാട പാച്ചിലൊക്കെ കഴിഞ്ഞ് എല്ലാ ഷോപ്പിംഗ് കഴിഞ്ഞ് തിരുവോണത്തിന് വേണ്ട എല്ലാ സംഭവങ്ങളും ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഫൈനൽ ഉപ്പേരിയൊക്കെ വറുത്ത് ചെറിയൊരു സദ്യയൊക്കെ കഴിഞ്ഞ് തിരുവോണത്തെ റെഡിയാക്കാനുള്ള എല്ലാവരും റെഡി ആയിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ നമ്മളിന്ന് ശരിക്കും ഉണ്ടാക്കുന്ന ഓണത്തിന്റെ ഒരു മത്തങ്ങയുടെ എരിശ്ശേരിയാണ്. അപ്പം മത്തങ്ങ നമുക്കറിയാം ഓണ സമയത്ത് കിട്ടുന്ന അടിപൊളി ഒരു വെജിറ്റബിൾ ആണ്. ഒരുപാട് എരിശ്ശേരിക്ക് എന്ത് പച്ചക്കറി വേണമെങ്കിലും അത് നമുക്ക് ചേർക്കാൻ പറ്റും. മത്തങ്ങയുണ്ട്, ചേനയുണ്ട്, വാഴയ്ക്കുണ്ട്. അപ്പം ഞാൻ മത്തങ്ങയാണ് ഇത് എരിശ്ശേരിക്ക് യൂസ് ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ നമുക്ക് വേണ്ടത് വൻപയറോ അല്ലെങ്കിൽ വെളുത്ത പയറോ ആണ്. അപ്പം ഈ പയർ ഉപ്പിട്ട് നമ്മൾ ഒരു 5 വിസിലടിച്ച് നല്ലപോലെ കുതിർത്തതിന് ശേഷം ഒരു 5 ടൈംസ് സോക്ക് ചെയ്ത് 5 വിസിൽസിൽ പ്രഷർ കുക്കറിൽ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഈ വൻപയർ കിട്ടും. ഈ വൻപയറാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഇടുന്നത്. സോ പംകിൻ ഐ ആം ആഡിങ് സം വൻപയർ. Some salt, 1 spoon chili powder, half spoon of turmeric powder. Also, I will add some shallots, sliced shallots. ഉള്ളി വേണ്ടവർക്ക് മാത്രം ഇടാം, ഇത് ഓപ്ഷണൽ ആണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഇട്ട് ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ഇതിനൊന്ന് മറിനേറ്റ് ചെയ്യാം. കറിവേപ്പില ഇട്ട് ഫ്രഷ് കറിവേപ്പില ഇട്ട് നമുക്ക് ഇതൊന്ന് മറിനേറ്റ് ചെയ്ത് വെച്ച് വെളിച്ചെണ്ണയിൽ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് സോ പംകിൻ, കിഡ്നി ബീൻസ്, സം ഷാലറ്റ്സ്, curry leaves, chili powder, salt and turmeric. Just marinate for few minutes. So already that fresh coconut oil, നല്ല coconut oil ഫ്ലേവർ നമുക്കുള്ള കിട്ടുകയാണ്. ആ സമയം കൊണ്ട് ഇത് വേവിക്കാനായിട്ട് വയ്ക്കാൻ പോകണം. കുറച്ച് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് വേവിക്കാനായിട്ട്. So guys, this is Spencer's Retail's Onam Sadhya Live. So I am making two amazing Kerala Sadhya delicacies, pumpkin erisheri and green mango pachadi. So I just started with pumpkin and red kidney beans. Boiling now for the pumpkin, and we have to make a paste for the pumpkin. This is fresh coconut, cumin, shallots, green chili, and we have to make a fine paste and mix with the curry. Once the pumpkin cooked properly, we'll add this coconut paste. Then we will roast the coconut with a coconut tempering, coconut oil, mustard, shallots, red chilies. Then slow roast it till a golden brown. We'll add it to the curry. That's an amazing flavor. And also, the other dish is green mango pachadi. Green mango, it's like a mango pickle mixed with the yogurt. It's super. ഈ ഒരു പരിപാടിക്കൂടെ ഒരു ഉഗ്രൻ ഓഫർ സ്പെൻസേഴ്സ് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു 1000 രൂപയുടെ ഷോപ്പ് ചെയ്താൽ 100 റുപ്പീസിന്റെ ഓഫർ ഉണ്ട്. സുരേഷ് 100 എന്ന ഒരു കോഡാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു അടിപൊളി ഓഫർ യൂസ് ചെയ്യണമെന്ന് പറയുകയാണ്. നിങ്ങൾ ആരെങ്കിലും സ്പെൻസേഴ്സിൽ ഷോപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സുരേഷ് 100 കോഡ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവരി 1000 റുപ്പീസിൽ 100 റുപ്പീസിന്റെ ഓഫർ ഉണ്ട്. ഞാൻ ഇനി മാങ്ങ അങ്ങോട്ട് മാറ്റി വയ്ക്കുകയാണ്.
മാങ്ങാ പച്ചടി നമ്മൾ മാങ്ങ അച്ചാർ ഉണ്ടാക്കുന്നത് നല്ല പുളിയുള്ള പച്ചമാങ്ങ എടുത്ത് ചെറുതായിട്ട് തൊലിയോട് കൂടി നമ്മൾ സ്ലൈസ് ചെയ്യണം. സ്കിന്നായിട്ട് ഫൈൻലി ചോപ്പ് ചെയ്ത് വിത്ത് സ്കിൻ, അതിലൂടെ കുറച്ച് പച്ചമുളക്, ഗ്രീൻ ചില്ലി, ഇത് രണ്ടാണ് ഇതിൻ്റെ മെയിൻ. എന്നിട്ട് ഇതിനെ നമ്മളൊന്ന് മറിനേറ്റ് ചെയ്യാനായിട്ട് എടുക്കണം. അച്ചാറിന് എപ്പോഴും കല്ലുപ്പാണ് യൂസ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് കല്ലുപ്പ് കിട്ടുവാണെങ്കിൽ കല്ലുപ്പ് എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഫ്ലേവർ ആയിരിക്കും. കുറച്ച് ഉപ്പിടുകയാണ്, അതുപോലെ മുളക് പൊടി, കുറച്ച് കായം, ഇത് റോസ്റ്റ് ചെയ്ത ഉലുവ പൊടിയാണ്. ഇത് ഫെനുഗ്രീക്ക് പൗഡർ റോസ്റ്റഡ്, സം പിഞ്ച് ഓഫ് റോസ്റ്റഡ് ഫെനുഗ്രീക്ക് പൗഡർ. ഇതിനെ ഒന്ന് ജസ്റ്റ് മറിനേറ്റ് ചെയ്ത് നമ്മൾ വെക്കുകയാണ്. Then add a little more chili powder. So for the mango pickle, chopped mangoes, green chilies, chili powder, little bit hing, that is asafoetida, and roasted fenugreek powder, marinated. Then we will make a tadka, then we will mix with yogurt. So this I am using out the clay pot. Clay pot will give an extra flavor. Adding some coconut oil. Meanwhile, the pumpkin is getting boiling. I'm covering and putting it that time. എണ്ണ നല്ല ചൂടായതിനു ശേഷമാണ് നമ്മൾ കടുക് ഇടേണ്ടത്. കടുക് വറുക്കുന്നതിന് മുമ്പ് if you are tempering coconut oil, always make sure all the mise en place ready. So I am using 1 shallot, some 2 red chilies and curry leaves. That's a tadka. So always make sure everything before you making a tempering, that otherwise it will be burned. So oil is heat. You have to check always when you put the mustard, it need to pop immediately. So it's getting hot. So I am adding few mustard seeds. And some curry and chili. So guys, we are making a mango pachadi. It's for normally we use for a wedding, sadhya or Onam, Vishu, everything. So the tempering is done. So I am adding the mangoes. Marinated mango marinated with fenugreek, hing and chili powder. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ കമന്റ് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഓണ സദ്യയുടെ വിഭവങ്ങൾ എന്താണെന്ന്. ഞാൻ ആ കമന്റ്സിലെല്ലാം മറുപടി പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റായിട്ട് ചോദിക്കാൻ ഞാൻ കമന്റിൽ നോക്കുന്നുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരു അടിപൊളി ഓണം ആശംസിക്കുകയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും നല്ല ഈ ഒരു വിഭവം, ഇത് രണ്ടെണ്ണം അറിയാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നാളെ തിരുവോണത്തിന് മത്തങ്ങ എരിശ്ശേരിയും ഈ മാങ്ങ പച്ചടി ഉണ്ടാക്കാൻ പറ്റും. മത്തങ്ങ നന്നായിട്ട് വേവുന്നുണ്ട്. വെന്ത് വരുന്ന സമയത്ത് നമ്മൾ അപ്പോഴത്തേക്ക് വിൽ മേക്ക് ദ coconut mix paste also.
Look at the mango. Mango is getting sorted after 2-3 minutes. Just to sort for a few minutes only. We'll add pinch of water and cool down, and I'll add the yogurt later. So, you can comment എന്താണ് താല്പര്യമുള്ള ഓണ വിഭവം, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഓണ വിഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അത് കൂടാണ്ട് തീർച്ചയായിട്ടും മറക്കരുത് സ്പെൻസേഴ്സിനെ ഷോപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ഒരു 100 rupees ഓഫർ ഉണ്ട് ഗൈസ്. there is a crazy offer. You can shop 1000 worth of products and you will get 100 rupees off. Use the code Suresh100. ഈ മാങ്ങയിൽ നമ്മൾ കല്ലുപ്പും മുളക് പൊടിയും കായവും വറുത്ത ഉലുവാപ്പൊടിയും കൂടെ മറിനേറ്റ് ചെയ്ത് കറി ചെറിയ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞും ചേർത്തിട്ട് വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുത്താണ്. ഇതൊന്ന് വാടി വരുമ്പോൾ ജസ്റ്റ് ഒരു വിൽട്ടഡ് പരുവാകുമ്പോൾ നമ്മളതിന് തണുത്തതിന് ശേഷം തൈര് ചേർത്ത് മിക്സ് ചെയ്ത് വയ്ക്കും. അപ്പോൾ തൈരും മാങ്ങയുടെ പുളിയും കായം എല്ലാം കൂടെ ചേരുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് ഈ ഒരു കറിക്ക്. ഇത് 2 ദിവസം വരെ ചീത്തയാവാണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് കാരണം നമ്മൾ സാധാരണ പിക്കിൾ പോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതല്ല, ബിക്കോസ് വി ആർ യൂസിങ് യോഗട്ട്. അങ്ങനെ പംകിൻ വെന്ത് വരുന്നുണ്ട്, നന്നായിട്ട് വെന്ത്. അതിനകത്ത് ഓൾറെഡി നമ്മൾ തന്നെ പംകിനകത്ത് പയർ ഈ വൻപയർ വേവിച്ചിട്ടതാണ്. ഗൈസ്, ദ പംകിൻ ഈസ് ഗെറ്റിംഗ് ബോയിൽഡ് വിത്ത് ദ റെഡ് കിഡ്നി ബീൻസ് അലോങ് വിത്ത് സം ഷാലഡ്സ്, റെഡ് ചില്ലി പൗഡർ, ടർമറിക്. ഈ എരിശ്ശേരിയുടെ അരപ്പ് നമുക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം എരിശ്ശേരിക്ക് തേങ്ങ വേണം. തേങ്ങയ്ക്കകത്ത് എന്തൊക്കെ ചേർക്കാമെന്ന് നോക്കാം. ഒരു ഉള്ളി, അത് ചിലർക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇടാം. അതുപോലെ വെളുത്തുള്ളി എരിശ്ശേരിയിൽ ചില ഭാഗങ്ങളിൽ ഇടും. നമ്മളിവിടെ സൗതേൺ പാർട്ടിൽ വേണമെങ്കിൽ വെളുത്തുള്ളി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇടാം. ജസ്റ്റ് ഒരു 1 clove ഓഫ് വെളുത്തുള്ളി, ഒരു പച്ചമുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി, ലേശം മുളക് പൊടി, ആൻഡ് സം ക്യൂമിൻ സീഡ്. ജീരകമാണ് ഇതിൻ്റെ ഒരു മെയിൻ സാധനം. കമൻറ്റുകളൊക്കെ ഞാൻ നോക്കുന്നുണ്ട്. So the mango pickle almost getting ready. Now I am switching off the fire because I am adding yogurt. Need to be cooled down. Meanwhile, I am making a pesto for the pumpkin curry. The coconut, cumin seed, shallots, red chili powder, turmeric, green chili, and a piece of garlic. So this paste I am going to make now. You can mash the pumpkin with a wooden spoon.
So the mango pachadi I'm going to finish with yogurt. I'll explain one more time. This is green mango chopped with green chilies, tempered with coconut oil. Add some mustard seeds, shallots, red chili and curry leaves. Marinated mango with chili powder, fenugreek powder, hing and sea salt. I just sauteed for a few minutes to get the mango wilted. Now I just switch off and I am adding some yogurt into that. Look at this. So mix with. Look at the changing color of the mango curry. So guys, this is the green mango pachadi. It's an amazing, sour, sweet, little bit spicy curry. You can see I used green mangoes chopped with green chilies and marinated with sea salt, chili powder and roasted fenugreek powder and with hing. Then coconut oil with mustard and shallot, red chili, curry leaf tadka. I just sauteed that marinated mango sauteed for a few minutes, 5 minutes to wilt it, and then switched off the fire, then added a little bit yogurt and mixed it. It's an amazing side dish for any curry. It's better with any plain rice or red parboiled rice. Let's finish this one and we can make our pumpkin curry now. So the paste is done for the pumpkin eriseri. I added coconut, cumin, pinch of 1 garlic clove and some shallot and green chili with chili powder and turmeric powder. So almost the pumpkin is getting cooked. It's very easy recipe, very simple. It's no more than half an hour is take. So I am adding the coconut paste on that. So the eriseri getting thick and coconut going to be cooked with along with the pumpkin and the red beans. I can smell the flavors of the cumin and garlic with already the vegetable marinated with coconut oil, fresh coconut. Now I'll give a roasted coconut tadka for this curry. For that, I will change this here. The pumpkin curry is getting ready now. For the tadka, so adding some coconut oil. For that, 2 shallots need to be round, thinly sliced for the tadka. And 2 red chilies.
leaves. So this much coconut you need for the tadka. Shallots, red chilies, curry leaves and mustard seeds. So oil got hot. I'm adding a few curry mustard seeds. And some shallots. So this is the important part for the pumpkin curry. Roasting the coconut with mustard seeds, shallots and whole red chilli curry leaves. So the pumpkin curry, the curry got thickened, vegetable oil, very good color. Slightish orange and reddish color. All the flavors is there. Curry leaves, green chili, the spicy is there. A little bit sweetness of the pumpkin. So now I am adding the coconut. You need to roast the coconut. So hi Pooja, it's you can add more green chili for the dish need to be spicy. So this is I'm going to slow roast the coconut for the erisherry. So look at the mango pachadi is getting ready. It's already made. It's set the yogurt with the mangoes. So this is Onam live cooking for Spencer's Retail. I made today pumpkin, erisherry and green mango pachadi. Look at the texture of the erisherry. This is the texture. It's not saucy, it's not dry. In between the lepta consistency of this curry, pumpkin and cow beans. You can use any beans like white or the red beans. Coconut need to be slow cooked. So this dish need to be exactly 30 to 40 minutes time. If you can peel the pumpkin and cut it into small cubes and boil it with, and the beans, the red beans need to be soaked overnight or even 2-3 hours. Then you can pressure cook the kidney beans into a few 3 to 4 whistles. It will get boiled properly. And once it's ready, for the cooking time, it's no more than 30 to 40 minutes. So
coconut need to be golden brown. That's a taste and texture. So we'll add to this mixer into the curry and we'll finish it. Look at the color is getting changed. So need to slow roast till the coconut evenly golden brown. The coconut is done now. I am adding to the curry now. Look at this consistency of the coconut. I am adding to the curry. You can add a bit of So look at the eriseri is getting mixed with the roasted coconut. So in this curry you can serve with avial or a kalen, that's a tempered yogurt curry with curry, cucumber or any other vegetable. Normally, usually this is a 9 to 11 side dishes for the banana leaf curry for the feast Kerala Sadhya with pachadi, kichadi, avial, thoran, kootukari, eriseri, kind of curries, and along with the rice. First course will be the lentil, the dal with the ghee and papadam. Second course with rice and sambar. The third course will be the dessert, ada pradaman or one more other payasam. Then again the rice will follow with rasam or the yogurt curry called kalen. Then last course will be the rice and buttermilk. So that's how the Sadhya finishes. It's a complete tasting menu. It's a complete feast of traditional Kerala Sadhya. So I'm switching off the pumpkin. It's almost done. You can very easily I made a pumpkin, eriseri and mango pachadi. I will explain one more time how to make. This is cubes of pumpkin and the red kidney beans. You can soak it and pressure cook with some salt with enough water, and at 3 to 5 whistles it will get softened. So you mix with pumpkin, the boiled red beans with a shallot, salt, coconut oil, few shallots and some green chilli. Marinate, add some water and cook well. For the paste, coconut, shallot, chilli powder, little bit turmeric powder and a green chilli. Make a fine coarse paste and add to the curry and mix well. Again, for a coconut tempering, coconut oil, mustard seeds, shallots, red chilli and curry leaves. Coconut need to be salted till golden brown and add to the curry. That's done. So it's a very nice dish with the rice. And the mango pachadi, again, chopped mangoes, green chillies, marinated with sea salt, chilli powder, turmeric powder, hing and roasted fenugreek powder. Marinated, then a tempering of mustard seeds, shallots, red chilli, curry leaves. Salt well the green mangoes. Once it's cooked, add the yogurt and mix well. So the green mango pachadi also is ready. So എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു ഗംഭീരമായ ഓണ ആശംസകൾ നേരുകയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് സ്പെൻസേഴ്സിന്റെ ഗ്രോസറി ഷോപ്പിൽ പോയി വാങ്ങിയാണ് ട്രിവാൻഡ്രത്ത് ഞാൻ. അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും ഒരു അമേസിംഗ് ആയിട്ടുള്ള ഒരു ഓഫർ തന്നിട്ടുണ്ട്. സ്പെൻസേഴ്സിൽ നിങ്ങൾ ഷോപ്പ് ചെയ്യുന്ന every 1000 rupees 100 rupees off ഉണ്ട്. യൂസ് ദ കോഡ് Suresh 100. So guys, please use the code of Suresh 100 to shop in Spencer's. You can get amazing products, even fresh fish or meat, poultry, any other local vegetable and all the groceries. So it's an amazing shopping experience for you guys. So please enjoy your Onam with Spencer's.
അപ്പം എന്തെങ്കിലും നിങ്ങളൊക്കെ വേറെ ഓണത്തിനെ കുറിച്ചുള്ളതെങ്കിൽ ഇതിനകത്ത് കമന്റ് ആയിട്ട് ഇടാവുന്നതാണ്. നമ്മളെ കമന്റിലെല്ലാം റെസ്പോണ്ട് ചെയ്യും. അപ്പോൾ ഒരിക്കൽ കൂടി ഇത് കാണുക. ഇതിന്റെ റെസിപ്പി ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതിന്റെ പ്രോസസ് ഇതിന്റെ ബിഗിനിങ് മുതൽ പറഞ്ഞിട്ടുണ്ട്. ടുഡേ വി മേഡ് എ പംകിൻ എരിശ്ശേരി ആൻഡ് എ മാംഗോ പച്ചടി. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേരുകയാണ്. എല്ലാവർക്കും ഗംഭീരമായ ആശംസകൾ. അടിപൊളിയായിട്ട് തിരുവോണം ആശംസിക്കുക. സന്തോഷമായിട്ടിരിക്കുക. ഇറ്റ്സ് എ കോവിഡ് ടൈം. സ്റ്റിൽ യു നീഡ് ടു ബി സേഫ്റ്റി ഫസ്റ്റ്. സോ താങ്ക് യു ഗൈസ്, താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേരുന്നുകൊണ്ട് ഒരുപാട് സ്നേഹങ്ങൾ വാരി വിതറും. താങ്ക് യു സോ മച്ച്.